ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഈ ഒരു ശനിയാഴ്ച ബോക്സ് ഓഫീസ് കത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണി വരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിനിമയ്ക്ക് 1.5 കോടിക്ക് മുകളിലായിരിക്കും കളക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു, ലോക ചാപ്റ്റർ 2വിൻ്റെ അപ്ഡേറ്റ്. അത് തന്നെ സോഷ്യൽ മീഡിയയിൽ തീ പടർത്തുമ്പോൾ ഇപ്പുറത്തൂടെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള കളക്ഷൻ വരികയാണ്. പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള അവധി ദിനങ്ങൾ ഇനി അങ്ങോട്ട് കൊഴുക്കാൻ പോവുകയാണ്. മൊത്തം 9ഓളം അവധി ദിനങ്ങൾ സിനിമയ്ക്കുണ്ട് എന്നുള്ളതാണ്. തുടർച്ചയായി ഇനി വരുന്ന 7 ദിനങ്ങളിലും സിനിമയ്ക്ക് അവധിയുമാണ്, അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സ് എല്ലാം വരികയാണ്. അതോടുകൂടി തിയേറ്ററിൽ പ്രകമ്പനം സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യണം. ഇന്ന് ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് സിനിമയ്ക്ക് 75 ലക്ഷം രൂപയോളമാണ് ട്രാക്ഡ് ആയിട്ടുള്ള കളക്ഷൻസ്. അതായത് കഴിഞ്ഞ ബുധനാഴ്ചയൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ നേടിയതിൻ്റെ സമാനമായ രീതിയിൽ ഇതുവരെ എത്തിയിരിക്കുന്നു. അതിൻ്റെ ഫൈനൽ കളക്ഷൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഇന്ന് പകുതി സമയം കൊണ്ടുള്ള കളക്ഷൻ എന്ന് തന്നെ പറയാം. 941 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ 44,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുകയാണ്. അങ്ങനെ 18-19% ഒക്യുപ്പൻസിയിൽ സിനിമ 75 ലക്ഷം രൂപ നേടിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ തന്നെ 1 കോടി കടന്നിരിക്കുന്നു സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ്. 1.5 കോടി തൊട്ട് 2 കോടിയിലേക്ക് ടച്ച് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും ഉറ്റുനോക്കുന്ന കാര്യവും. അക്ഷരാർത്ഥത്തിൽ ഓരോ അവധി ദിനങ്ങളും ആഘോഷമാക്കുക തന്നെയാണ് ലോക ചെയ്യുന്നത്. ലോകയുടെ ടോട്ടൽ കളക്ഷൻ തീ പോലെ ആളിക്കത്തുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ സിനിമയ്ക്ക് കളക്ഷനിൽ ഒരു വലിയ ഇടിവ് നമുക്ക് കാണാൻ കഴിഞ്ഞു. വലിയ ഇടിവെന്ന് പറഞ്ഞാൽ സാധാരണ ഓടുന്ന സിനിമകളെ വെച്ച് നോക്കുമ്പോൾ അത് വലിയ കൂടുതലാണെന്നും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ മിക്ക ദിവസങ്ങളിലും വർക്കിംഗ് ഡേയ്സിൽ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 70 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ. ഇപ്പോൾ ഈ ഒരു വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞ് വീക്കെൻഡിലേക്ക് എത്തുമ്പോൾ അതിന് മുകളിലേക്ക് കുതിക്കുകയാണ്. 109 കോടി കഴിഞ്ഞ 30 ദിവസം കൊണ്ട് 109 കോടി കടന്ന ഈ ഒരു ചിത്രം 31-ാം ദിനം എത്തുമ്പോഴത്തേക്ക് 111 കോടിയിലേക്ക് അല്ലെങ്കിൽ 110 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ട ഹൈലൈറ്റ്. നമുക്ക് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്താൻ 118 കോടിയാണ് സിനിമയ്ക്ക് വേണ്ടത്. ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു റേഞ്ചിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഈ അവധി ദിനങ്ങൾ കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായും സിനിമ അതിൻ്റെ മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ്. വേൾഡ് വൈഡായിട്ട് 282.5 കോടിയോളം നേടിയ സിനിമ ഇന്നോടെ 284-85 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്താണേലും ആളിക്കത്തുകയാണ്, ബോക്സ് ഓഫീസിനെ കത്തിക്കുകയാണ് ഈ ഒരു സിനിമ. മണിക്കൂറിൽ 2,500ഓളം ടിക്കറ്റുകളാണ് ഇപ്പോൾ സിനിമയ്ക്ക് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ബാൾട്ടി എന്ന ചിത്രം മികച്ച പ്രതികരണം നേടി മുന്നോട്ട് പോകുമ്പോഴും രാജാവായി വിലസുന്നത് ലോക തന്നെയാണ്. എന്തായാലും നിങ്ങളിൽ പലരും ഈ ഒരു സിനിമയുടെ പുത്തൻ അപ്ഡേറ്റായ ലോകയുടെ പാർട്ട് 2വിൻ്റെ അനൗൺസ്മെൻറ്റ് കണ്ടിട്ടുണ്ടാകാം. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്കത് തോന്നിയത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കുണ്ടായ ഫീൽ എന്നുള്ളതൊക്കെ ഒന്ന് പറയാം. എന്താണേലും അടുത്ത 500 കോടി ഷുവർ ഷോട്ട് എന്ന് തന്നെ പറയാം. ആദ്യ ദിനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 100 കോടി പ്രീസെയിലൂടെ നേടുമെന്നുള്ളതും ഉറപ്പാക്കുകയാണ് ആ ഒരൊറ്റ ടീസർ അല്ലെങ്കിൽ ഈ ഒരു അനൗൺസ്മെൻറ്റ്. എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും ചോദിക്കുന്നു. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് അത്യാവശ്യമാണ്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഗ്രേറ്റ് മീഡിയാസ് വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം.